Hello everyone. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് സ്ലാബ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് സ്പെറിക്കൽ ലെൻസസ്. സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ കണ്ടിരുന്നു, അതുപോലെ തന്നെയാണ് സ്പെറിക്കൽ ലെൻസസ്. ലെൻസസിൻ്റെ മിററിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലെൻസസ് ആർ ട്രാൻസ്പെറൻറ്റ് മീഡിയം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് റിഫ്രാക്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ട്രാൻസ്പെറൻറ്റ് മീഡിയം, വൺ മീഡിയം ടു അതർ മീഡിയം. അപ്പോൾ ഈ ലെൻസസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് മീഡിയംസ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ആർ സ്പെറിക്കൽ ലെൻസസ്? സി, a transparent medium bounded by two surfaces of which both surfaces are curved. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് സ്പെറിക്കൽ ലെൻസസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹാവിങ് ടു സർഫസസ്. രണ്ട് സ്പെറിക്കൽ ഷേപ്പ് സർഫസസ് കൊണ്ട് ബൗണ്ട് ചെയ്ത ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ സ്പെറിക്കൽ ലെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് there are two types of spherical lenses. We have two types of spherical lenses and they are concave lens and convex lens. Convex lens and concave lens. രണ്ട് സ്പെറിക്കൽ മിറേഴ്സ് ആയിരുന്നു, കോൺകേവ് മിററും കോൺവെക്സ് മിററും. അതുപോലെ തന്നെ രണ്ട് സ്പെറിക്കൽ ലെൻസസ് ആണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. എന്തുകൊണ്ടാണ് സ്പെറിക്കൽ എന്ന് പറയാൻ കാരണം? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മിറേഴ്സ് ദേ ആർ പാർട്ട് ഓഫ് സ്പിയർ, അതുകൊണ്ട് അവരെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു. ഇവിടെയും ലെൻസസും എന്താണ്? ദേ ഓൾസോ ഫോം എ പാർട്ട് ഓഫ് എ സ്പിയർ, ദാറ്റ് ഈസ് കേർവ്ഡ് ആണ് അല്ലേ. രണ്ട് സർഫസസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, കേർവ്ഡ്. നമ്മൾ മിററിൽ ഒരു കേർവിംഗ് ആണ് കണ്ടതെങ്കിൽ ഇവിടെ ലെൻസസ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ടു കേർവ്ഡ് സർഫസസ്. ഓക്കെ, അങ്ങനെയാണ് അതിന് സ്പെറിക്കൽ ലെൻസസ് നമ്മൾ പറയുന്നത്. ഇനി കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ തിൻ ഫ്രം കോർണേഴ്സ്. ദേ ആർ തിൻ ഫ്രം കോർണേഴ്സ് ആൻഡ് തിക്ക് അറ്റ് സെൻറ്റർ. തിക്ക് അറ്റ് സെൻറ്റർ. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. തിക്ക് അറ്റ് കോർണേഴ്സ്, ദേ ആർ തിക്ക് അറ്റ് കോർണേഴ്സ് ആൻഡ് തിൻ അറ്റ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇവരെങ്ങനെ അപ്പിയർ ചെയ്യുന്നു നോക്കാം. അതായത് രണ്ട് സ്പെറിക്കൽ പാർട്ട് ബൗണ്ട് ചെയ്തതാണ് ലെൻസ്. നോക്കാം. അതായത് ഇതൊരു സ്പിയർ, അതുപോലെ തന്നെ ഇത് മറ്റൊരു സ്പിയർ. ഈ രണ്ട് സ്പിയറിൻ്റെയും ഇൻ്റർജംഗ്ഷനിൽ ഫോം ചെയ്ത രീതിയിലുള്ള രണ്ട് സ്പിയറിൻ്റെ പാർട്ടോട് കൂടിയ ലെൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺവെക്സ് ലെൻസ് എന്ന് പറയുക. ഇതൊരു സ്പിയറാണ്, ഇതൊരു സ്പിയറാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന ഒരു പാർട്ട് പോലെ തോന്നിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. അതുകൊണ്ട് ഞാൻ ഈ സ്പിയറിൻ്റെ ബാക്കി ഭാഗം വായിക്കാം. എ കോൺവെക്സ് ലെൻസ് ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് കോൺവെക്സ് ലെൻസ്. സി, തിൻ ഫ്രം കോർണേഴ്സ് ആൻഡ് തിക്ക് അറ്റ് സെൻറ്റർ. ശരിയാണല്ലോ, തിൻ അറ്റ് കോർണേഴ്സ് ആൻഡ് തിക്ക് അറ്റ് സെൻറ്റർ. ഇനിയും നമുക്ക് കോൺകേവ് ലെൻസ് എങ്ങനെയാണെന്ന് പറയാം. ദേ ആർ ഓൾസോ സ്പെറിക്കൽ ലെൻസസ് ആൻഡ് രണ്ട് സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ് കോൺകേവ് ലെൻസും. നോക്കിയാൽ ഈ ലെൻസിൻ്റെ ഈ പാർട്ടും ഈ സ്പിയറിൻ്റെ ഈ പാർട്ടും ഈ സ്പിയറിൻ്റെ ഈ പാർട്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള ലെൻസാണ് കോൺകേവ് ലെൻസ്. സോ അതും ഈ ഒരു കേർവ്ഡ് സർഫസിൻ്റെയും ഈ ഒരു സ്പിയറിൻ്റെ കേർവ്ഡ് സർഫസും ജോയിൻ ചെയ്തിട്ടാണ് അല്ലേ. അതുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. സോ എ കോൺകേവ് ലെൻസ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നോക്കൂ. തിക്ക് അറ്റ് കോർണേഴ്സ്, അവർ കോർണേഴ്സിലേക്ക് തിക്കാണ് ആൻഡ് തിൻ അറ്റ് സെൻറ്റർ അല്ലേ. ഇങ്ങനെയാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ആൻഡ് ഓഫ് കോഴ്സ് ദേ ഫോം എ പാർട്ട് ഓഫ് എ സ്പിയർ ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് as സ്പെറിക്കൽ ലെൻസസ്. നെക്സ്റ്റ് ഒരു പോയിന്റും കൂടിയുണ്ട്. കോൺവെക്സ് ലെൻസ് ആണിത്. കോൺവെക്സ് ലെൻസ് ഈസ് നോൺ ആസ് കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ശരിക്കും ഇത് ബൈ കോൺവെക്സ് ലെൻസ്, രണ്ട് സ്പിയറിൻ്റെ പാർട്ട് ബൗണ്ട് ചെയ്ത് വരുന്നത് കൊണ്ട് അതിനെ ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് പറയുക. സിംപ്ലി വി കോൾ ഇറ്റ് as കോൺവെക്സ് ലെൻസ്. ആൻഡ് ഇത് കൺവേർജിങ് ലെൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് ആണെങ്കിൽ അത് ഡൈവേർജിങ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ്. അപ്പോൾ ഈ വേർഡ് മീനിങ് ഒക്കെ നമുക്ക് പരിചയമുണ്ട്. കൺവേർജിങ്, ഡൈവേർജിങ്. കാരണം മിററിൽ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺവേർജിങ്, ലൈറ്റ് റേ ദാറ്റ് കൺവേർജ് ടു എ പോയിന്റ് ആൻഡ് ദാറ്റ് മിറർ ഈസ് കോൾഡ് കൺവേർജിങ് മിറർ. ലൈറ്റ് റേസ് ഫാളിങ് ഓൺ എ മിറർ ഡൈവേർജസ്. അതാണ് ഡൈവേർജിങ് മിറർ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ലെൻസിൽ കോൺവെക്സ് ലെൻസാണ് കൺവേർജിങ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ഡൈവേർജിങ്. മിററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വരും. അവിടെ കോൺവെക്സ് മിറർ ഡൈവേർജിങ് ആയിരുന്നു, കോൺകേവ് മിറർ കൺവേർജിങ് ആയിരുന്നു. ഇവിടെ ലെൻസിലേക്ക് എത്തുമ്പം അതിനൊരു ഓപ്പോസിറ്റ്
കൺവേർജിങ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, ഡൈവേർജിങ് ലെൻസ് കോൺകേവ് ലെൻസ്. നോക്കാം എന്തുകൊണ്ട് ഇവരെ കൺവേർജിങ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നു നോക്കാം നെക്സ്റ്റ്. ഓക്കെ, നൗ ലിസൺ. കോൺവെക്സ് ലെൻസ് കൺവേർജിങ്, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് എങ്ങനെയാണ് നോക്കാം. അതിന് ആദ്യം നമുക്ക് കുറച്ച് ടേംസ്, certain terms related to lenses we have to study. നമ്മൾ മിററിൽ പഠിച്ച പോലെ പോൾ, സെൻറ്റർ, ഫോക്കസ് എന്നെല്ലാം പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ടേംസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പിയറിൻ്റെ പാർട്ടായിട്ട് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കോൺവെക്സ് ലെൻസ് അല്ലേ, തിൻ അറ്റ് എൻഡ് ആൻഡ് തിക്ക് അറ്റ് ദ സെൻറ്റർ. ഈ ഒരു സ്പിയറിൻ്റെ രണ്ട് സ്പിയറും ചേർന്നാണ് കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് ലെൻസ്, ഈ ലെൻസിനൊരു സെൻറ്റർ ഉണ്ടാവും, ആ സെൻറ്ററിനെയാണ് നമുക്ക് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയാം. ഓ ഗിവ്സ് ഒപ്റ്റിക് സെൻറ്റർ, ഓ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഒപ്റ്റിക് സെൻറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഈ സ്പിയർ മാത്രം കൺസിഡർ ചെയ്യുക. ഈ സ്പിയറിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി സ്പിയർ. ഇനി ഈ സ്പിയർ ആണെങ്കിലോ ഇതിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി സ്പിയർ. അപ്പോൾ രണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്, നമുക്ക് C1 C2 എന്ന് കൊടുക്കാം അല്ലേ. സെൻറ്റർ ഓഫ് കർവേച്ചർ 1, സെൻറ്റർ ഓഫ് കർവേച്ചർ 2. കാരണം അറിയാലോ രണ്ട് സ്പിയർ ബൗണ്ട് ചെയ്ത സർഫസ് ആണ് ഒരു ലെൻസ് എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി 2 സ്പിയേഴ്സ് ആൻഡ് ദർ വിൽ ബി 2 സെൻറ്റേഴ്സ് C1 ആൻഡ് C2. നെക്സ്റ്റ് ലെറ്റ് us draw a straight line which connects center 1, optic center and center 2. ഈ 3 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം, straight line. Okay, so center of curvature 1, then optic center of the lens and center of curvature of the second one. Okay, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെ നമ്മൾ എന്താ പറയുക, പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം റേഡിയസ് ആണെന്നറിയാം അല്ലേ. എഗെയിൻ ഇവിടെയും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നെക്സ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം റേഡിയസ് ആണെന്നറിയാം. മിററിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോക്കസും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലെൻസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കോൺകേവ് ലെൻസ് വരയ്ക്കാം. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സ്പിയർ ആൻഡ് 2 സ്പിയേഴ്സ് ജോയിനിങ്, സെൻറ്റർ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്. ആൻഡ് ഹിയർ the lens, this is the lens and ലെൻസിൻ്റെ സെൻറ്ററിനെ നമുക്ക് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയാം. ഓ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനിയും ഈ സർക്കിൾ ഈ സ്പിയറിൻ്റെ സെൻറ്ററിനെ സെൻറ്റർ 1 എന്നും ഈ സ്പിയറിൻ്റെ സെൻറ്ററിനെ സെൻറ്റർ 2 എന്നും പറയാം അല്ലേ. ആൻഡ് ഓൾസോ വി ക്യാൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ഓൾ ദ 3 പോയിൻറ്റ്സ് ആൻഡ് ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് കോൺകേവ് ലെൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ഫോക്കസ് മാർക്ക് ചെയ്യാം എഫ്. അപ്പോൾ ഈ രണ്ട് ഫോക്കസ് ആവുന്നത് കൊണ്ട് നമുക്ക് F1 എന്നും F2 എന്നും കൊടുക്കാം. സെൻറ്റർ 1 സെൻറ്റർ 2 കൊടുത്തു, അതുപോലെ ഫോക്കസ് 1 ഫോക്കസ് 2. ഇവിടെയും സെൻറ്റർ 1 സെൻറ്റർ 2 ഫോക്കസ് 1 ഫോക്കസ് 2 എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു മാർക്ക് സർട്ടൈൻ ടേംസ് ഇൻ റിലേറ്റഡ് ടു ലെൻസസ്. ഇനി അപ്പോൾ ടേംസ് എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ സ്പിയർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചത്. നമുക്കിനിയും ഈ ഒരു പാർട്ട് മായ്ച്ച് കളയാം. And now convex lens looks like this and concave lens looks like this. ഓക്കെ, നമുക്ക് റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം മതി. ഞാൻ പറഞ്ഞിരുന്നു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കൊന്നും വേണ്ട. നമുക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ആ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആ ബാക്കിയുള്ള ടേംസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തത്, കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി. വെറുതെ സെൻറ്റർ 1 സെൻറ്റർ 2 എന്ന് പറയുന്നതിലും നല്ലതൊരു സർക്കിൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പറയുന്നതല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നൗ ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ഡ്രോ ഫോർ എക്സാം ആൻഡ് ഓൾ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ്ങും കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ടേംസ് ഒന്നും കൂടി പറയാം. സെൻറ്റർ ഓഫ് ദ ലെൻസ് ഒപ്റ്റിക് സെൻറ്റർ, സെൻറ്റർ ഓഫ് ദിസ് സ്പെറിക്കൽ പാർട്ട് C2 ആൻഡ് ദിസ് സ്പെറിക്കൽ പാർട്ട് ഈസ് C1, ഫോക്കസ് ഓഫ് ദിസ് പാർട്ട് ഈസ് F1 ആൻഡ് ദിസ് പാർട്ട് ഈസ് F2. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ ടു ഫോക്കസ് എന്താണ് നമ്മൾ പറഞ്ഞു, ഫോക്കൽ ലെങ്ത്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ നൗ ലെറ്റ് സി വൈ ഈസ് ദിസ് കൺവേർജിങ് എ ലെൻസ്. ലൈറ്റ് റേസ് വെൻ ഇറ്റ് കംസ് ത്രൂ എയർ, ഇത് എയർ ആണല്ലേ, ഇത് ഗ്ലാസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ റെയറർ മീഡിയമാണ്, ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയമാണ്. എയറിൽ കൂടി ട്രാവൽ ചെയ്ത് വരുന്ന ലൈറ്റ് ആഫ്റ്റർ എൻറ്ററിങ് ഗ്ലാസ് ആൻഡ് ഹൗ വിൽ ഇറ്റ് ട്രാൻസ്മിറ്റ്, ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പാത്ത് ഓർ ഡീവിയേറ്റ്സ് the direction of light ray. When the light ray passes through air and enter
a denser medium like glass, it bends its path. Light ray deviate from its straight path. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൽ ഡീവിയേറ്റ് ചെയ്യുന്നു നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിലേക്ക് വരുന്ന ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ, ഈ ഇവിടെ ഒരു വലിയ ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ലെൻസിൽ വന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും അല്ലേ. ലെൻസ് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇങ്ങനെ പോകുമോ? ഇല്ല. കാരണം എന്താ? ഡെൻസർ മീഡിയമാണ് ലെൻസ്. ഡെൻസർ മീഡിയമായ ലെൻസിൽ കയറി കഴിയുമ്പോഴേക്കും എന്തുണ്ടാവും? ഡീവിയേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ എ ലൈറ്റ് റേ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഗെറ്റ്സ് ഡീവിയേറ്റഡ് ഇറ്റ്സ് പാത്ത് ബിക്കോസ് ഓഫ് ദ ഡെൻസർ മീഡിയം. അത് ഡീവിയേറ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വന്ന് ഇതിൽ കൂടി പാസ് ചെയ്യും, ഒരു പോയിന്റിൽ കൂടി. അതുപോലെ മറ്റൊരു ലൈറ്റ് റേ പാരലലായി വന്ന് ആഫ്റ്റർ എൻറ്ററിങ് ദ ലെൻസ് വാട്ട് ഹാപ്പൻസ്? റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ്. റിഫ്രാക്ട് ചെയ്യും. ചേഞ്ച് ഇൻ പാത്ത് ഓർ ഡീവിയേഷൻ ഇൻ ദ പാത്ത്, ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. ഒരു ഡീവിയേഷന് ശേഷം ഇങ്ങനെ പാസ് ചെയ്യും. സീ ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടു റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ. ഇത് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ആണ് അല്ലേ. റിഫ്രാക്റ്റഡ്. നമ്മൾ മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ എന്ന് പറഞ്ഞിരുന്നു. ഇത് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ലൈറ്റ് റേസിനെ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് എന്ന് പറയും. നമുക്ക് രണ്ട് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഇവർ മീറ്റ് ചെയ്ത പോയിന്റ് ഇവിടെയാണ് എന്തുണ്ടാവുക? ഇമേജ് ഫോം ചെയ്യുക. ആൻഡ് നൗ യു ക്യാൻ സീ ദാറ്റ് ദ ലൈറ്റ് റേസ് വിച്ച് ഫോൾസ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ point or converge to a particular point, and that is why we are calling convex lens as converging lens, since all the light rays which falls on a convex lens is being converged to a particular point, and that is why convex lens is converging lens. എന്നാൽ concave lens നെ നമുക്ക് നോക്കാം diverging എന്നാ പറയാ അല്ലേ. എയറിൽ കൂടി വരുന്ന ലൈറ്റ് റേ കോൺകേവ് ലെൻസിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഓഫ് കോഴ്സ് ഡീവിയേഷൻ, ലൈറ്റിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. So infinity light ray and the light ray which falls on a or which enters a concave lens, after entering it refract and diverge away. അതാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നു, ലെൻസിൽ എൻ്റർ ചെയ്തതിന് ശേഷം റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ഡൈവേർജ് ചെയ്തു പോകുന്നു. ഇവിടെ ഈ ലെൻസിൻ്റെ പ്രത്യേകത കൊണ്ട് ലൈറ്റ് കൺവേർജ് ചെയ്യുന്നു. ഈ ഒരു ലെൻസിൻ്റെ കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്? ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുകയാണ്. ആൻഡ് ദർ ഇസ് നോ ചാൻസ് ഫോർ ദിസ് ടു ലൈറ്റ് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ടു മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് അല്ലേ. സോ ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ദിസ് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ അപ്പിയർ ടു മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അതാണ് എന്ത്? ഫോക്കസ്. And also this light ray also appears to meet at a particular point and they fall on to the focus, isn't it? And there the image is formed. ഇതാണ് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ്. അവിടെയാണ് ഇമേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ലെൻസ് ലൈറ്റ് റേസ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഇവരെ കൺവേർജിങ് ഡൈവേർജിങ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അതായത് നമ്മൾ മിററിൽ പറഞ്ഞിരുന്നു റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് റേ വന്ന് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള ഡയറക്ഷൻ അറിയണം. അതിന് സർട്ടൻ റൂൾസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ലെൻസസിലായാലും ലൈറ്റ് വന്ന് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നത് ഏത് പാത്തിൽ കൂടിയാണെന്നുള്ളത് സർട്ടൻ റൂൾസ് ആണ്. നോക്കാം അത്. ഇപ്പോൾ നമ്മളൊരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ആദ്യം ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക. ദെൻ നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്? പിന്നെ സെൻറ്റർ 1 ഉണ്ട്, സെൻറ്റർ 2 ഉണ്ട്, അതുപോലെ തന്നെ ഫോക്കസ് 1, ഫോക്കസ് 2, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ദെൻ റൂൾസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് എ ലൈറ്റ് റേ falls onto the lens parallel to principal axis, incident light ray ഇൻഫിനിറ്റിയിൽ നിന്ന് പാരലൽ ആയിട്ട് ലെൻസിലേക്ക് വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ഫോക്കസ് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്നു. ഇനിയും ഇതേ റൂള് നമുക്ക് കോൺകേവ് ലെൻസിലൊന്ന് നോക്കാം. കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് ആണ് അല്ലേ. അപ്പോൾ കോൺകേവ് ലെൻസ് വരയ്ക്കുക, ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ C2 and C1 ആൻഡ് F1 ആൻഡ് F2. അതായത് അറിയാലോ, ഇങ്ങനെ വരുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ, ഫോക്കസ് ഇവിടെ, ഇങ്ങോട്ട് വരുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ, ഫോക്കസ് ഇവിടെ. അതുപോലെ തന്നെ കോൺവെക്സിലും പറഞ്ഞിരുന്നു. ഇനി ഇവിടെ പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ ഡൈവേർജ് എവേ അല്ലേ, ഡൈവേർജ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു ലൈറ്റ് റേ എവിടെ നിന്നാണ് എമർജ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് നമുക്ക്? ആക്ച്വലി it appears to diverge from a particular point. അങ്ങോട്ടേക്ക് ഇമാജിനറി ലൈൻസ് വരയ്ക്കുക. ദാറ്റ് ഈസ് ഫ്രം ഫോക്കസ്, ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്. F1ൽ നിന്ന് എമർജ് ചെയ്യുന്ന പോലെ
തോന്നുന്ന ലൈറ്റ് റേ. ഓക്കെ, സോ പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ കോൺവെക്സിൽ ഫോക്കസിൽ കൂടി പോകുന്നു. കോൺകേവിലായാലും പാരലലായിട്ട് ലൈറ്റ് റേ വന്നതിന് ശേഷം റിഫ്രാക്റ്റ് ചെയ്ത് ഡൈവേർജ് ചെയ്ത് പോകുന്നു ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ടു എമർജ് ഫ്രം ഫോക്കസ്. ഇതാണ് ഫസ്റ്റ് റൂൾ നമ്പർ 1. ഇനി സെക്കൻഡ് റൂൾ എന്താ പറയുന്നത് നോക്കാം. കോൺവെക്സിൽ and in a convex lens we have to first mark optic center, then all the other points C2, C1, then F1 and F2. Okay, now imagine a light ray which is passing through the focusൽ കൂടി പാസ് ചെയ്ത് ലെൻസിലേക്ക് കടന്ന ഒരു ലൈറ്റ് റേ. So light ray which is passing through the focus and enters the lens after refraction. റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ, പാത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കും. ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് പോലെ തോന്നുന്നില്ലേ? പാരലലായിട്ട് വന്നാൽ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വന്നാൽ ഫോക്കസിൽ കൂടി റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് ഇഫ് എ ലൈറ്റ് റേ ഫോൾസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ്. അത് കോൺകേവിൽ വരയ്ക്കാൻ നോക്കാം നമുക്ക്. കോൺകേവിലും ഇതുപോലെ തന്നെ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഓൾ അതർ പോയിൻറ്റ്സ് C1, F1 ആൻഡ് F2. ഓക്കെ, കോൺകേവ് ലെൻസിൽ സപ്പോസ് എ ലൈറ്റ് റേ falls onto the mirror. Suppose a light ray falls in this direction. Incident light ray ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇത് ആഫ്റ്റർ റിഫ്രാക്ഷൻ, ആഫ്റ്റർ എൻറ്ററിങ് ദ ലെൻസ് ഇറ്റ് ഗെറ്റ്സ് റിഫ്രാക്റ്റഡ് ആൻഡ് പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ലിക്കലി വന്ന ലൈറ്റ് റേ റിഫ്രാക്റ്റ് ചെയ്ത് പാരലലായിട്ട് പോകുന്നു. ആൻഡ് നൗ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് റിഫ്രാക്റ്റഡ് ലൈറ്റ് മീൻസ് എക്സ്റ്റെൻഡ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ. ഇറ്റ് ഈസ് സപ്പോസ് ടു മീറ്റ് അറ്റ് എ point that is focus, isn't it? അപ്പോൾ പാരലലായിട്ട് വന്നാൽ ഡൈവേർജ് ചെയ്ത് പോയി ഇറ്റ് അപ്പിയേഴ്സ് ടു എമർജ് ഫ്രം ഫോക്കസ്. ഇനി ഒരു പ്രത്യേക ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഒബ്ലിക് ആയിട്ട് വന്ന് റിഫ്രാക്റ്റ് ചെയ്ത് പാരലലായിട്ട് പോകുമ്പം ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് ഫോക്കസ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ റൂൾ. 3 റൂളേ ഉള്ളൂ. മൂന്നാമത്തെ റൂൾ നോക്കാം. സപ്പോസ് എ ലൈറ്റ് റേ ഒബ്ലിക്കലി fall onto the lens through optic center. ഒരു ഒപ്റ്റിക് മീൻസ് ഒരു ലൈറ്റ് റേ സപ്പോസ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ കടന്നു പോകുമെന്നാണ് പറയുന്നത്? വിത്തൗട്ട് ഡീവിയേഷൻ ഇറ്റ് പാസസ് ടു ദ നെക്സ്റ്റ് എൻഡ്. അതായത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരുന്ന ലൈറ്റ് റേക്ക് പാത്ത് ഡീവിയേഷൻ ഉണ്ടാവില്ല. അത് സെയിം ഡയറക്ഷനിൽ നെക്സ്റ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിഫ്രാക്ഷൻ വിത്തൗട്ട് ഹാവിങ് മച്ച് റിഫ്രാക്റ്റഡ് ഇറ്റ് പാസസ് ടു ദ നെക്സ്റ്റ് എൻഡ്. അത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, പാത്ത് ഡീവിയേഷൻ ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് റേ ഇറ്റ് വിൽ പാസ് ടു ദ നെക്സ്റ്റ് എൻഡ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ഇമേജ് ഫോർമേഷൻ, റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് 3 റൂൾസ് മനസ്സിലായിട്ടുണ്ട്. കോൺവെക്സിനും കോൺകേവിനും. അതായത് പാരലലായിട്ട് വന്നാൽ ലൈറ്റ് റേ ഫോക്കസിൽ കൂടി പോകുന്നു. നെക്സ്റ്റ് ഫോക്കസിൽ കൂടി വന്നാൽ അത് പാരലലായിട്ട് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി വന്ന ഒരു ലൈറ്റ് റേ വിത്തൗട്ട് ഡീവിയേഷൻ അങ്ങനെ തന്നെ പാത്ത് ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകുന്നു. ഇതാണ് 3 റൂൾസ്. ഓക്കെ.